തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ സഹയാത്രികൻ ട്രെയിനിൽ നിന്നും തട്ടിയിട്ട് ശ്രീകുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കിടക്കയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ശ്രീകുട്ടി. വിവരങ്ങളുമായി ദിസ്ന സുരേഷാണ് ചേരുന്നത്. ദിസ്ന, പറയൂ. ഗൗതം, തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആശ്വാസകരമായ ഒരു വാർത്തയൊന്നും നിലവിൽ ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ് ശ്രീകുട്ടി എന്നത് തന്നെയാണ് മെഡിക്കൽ ബോർഡ്, അതായത് പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. പ്രധാനമായും എല്ലുകൾക്കോ നെഞ്ചിലോ ഒന്നും തന്നെ വലിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടില്ല എന്നത് വലിയ ആശ്വാസകരമാണ്. പക്ഷെ ആ വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോറിൽ വലിയ രീതിയിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, ആഴത്തിലുള്ള മുറിവുണ്ട് എന്നത് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ, അതായത് വിദഗ്ധ ചികിത്സ തന്നെയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് നൽകുന്നത് എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് എടുത്തു പറയുന്നത്. പ്രധാനമായും കുടുംബം കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല എന്ന് ഒക്കെ രംഗത്ത് വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആരോഗ്യ വിഭാഗം പറയുന്നത് കൃത്യമായ ചികിത്സ നൽകുന്നു എന്ന് തന്നെയാണ്. എന്തായാലും ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ വെന്റിലേറ്ററിൽ ശ്രീകുട്ടി തുടരുകയാണ്. ആരോഗ്യ നിലയിൽ പുരോഗതി ഇല്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം.